കാർഷിക വാർത്തകൾ. റബ്ബർ വിപണിയിൽ ഉണർവ്. കൊച്ചിയിൽ വില ക്വിന്റലിന് 100 രൂപ ഉയർന്നു. ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചതിനാൽ ഏല വിപണി നഷ്ടത്തിലായി. അതേസമയം നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. രാജ്യാന്തര റബ്ബർ വിലയിൽ ഉണർവ് കണ്ട് വ്യവസായികൾ ആഭ്യന്തര മാർക്കറ്റിൽ താൽപര്യം കാണിച്ചു. ജപ്പാനിലും സിംഗപ്പൂരിലും അനുഭവപ്പെട്ട ഉണർവ് ഏഷ്യൻ റെഡി മാർക്കറ്റുകളെ സജീവമാക്കി. ജപ്പാനിൽ റബ്ബർ കിലോ 343 yen വരെ ഉയർന്ന് ഇടപാടുകൾ നടന്നതോടെ ബാങ്കോങ്ങിൽ ഷീറ്റ് വില 19,154 രൂപയായി കയറി. കൊച്ചിയിൽ റബ്ബർ വില ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് 18,600 രൂപയിലേക്ക് മുന്നേറിയെങ്കിലും രാജ്യാന്തര വിലയേക്കാൾ കിലോ 5 രൂപ താഴ്ന്നാണ് ഇവിടെ ഇടപാടുകൾ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ സജീവമായത് ഒരു വിഭാഗം കർഷകരെ ടാപ്പിംഗിൽ നിന്നും പിന്തിരിപ്പിച്ചു. 5ാം ഗ്രേഡ് 18,300 രൂപയിലും ഒട്ടുപാൽ 12,400 രൂപയിലും വിപണനം നടന്നു. ലാറ്റക്സ് വില 11,900 രൂപയാണ്. ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചതിനാൽ ലേലത്തിനെത്തിയ 1,02,630 കിലോ ചരക്കിൽ 99,035 കിലോയും വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാരിൽ നിന്നും ഉത്തരേന്ത്യൻ വാങ്ങലുകാരിൽ നിന്നും ഏലത്തിന് ശക്തമായ പിന്തുണ ഉറപ്പുവരുത്തിയെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നിരക്ക് കുറഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,375 രൂപയിലും മികച്ച ഇനങ്ങൾ 2,742 രൂപയിലുമാണ് കൈമാറ്റം നടന്നത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. തമിഴ്നാട്ടിലും എണ്ണവിലയിൽ മാറ്റമില്ല. അതേസമയം കൊപ്ര വിലയിൽ നേരിയ തളർച്ച അനുഭവപ്പെട്ടെങ്കിലും അടുത്ത വാരം വിപണി തിരിച്ചുവരവിന് ശ്രമം നടത്താം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശബരിമല സീസൺ ആരംഭിച്ചതോടെ തേയില ലേല കേന്ദ്രങ്ങൾ സജീവമായി. മധ്യകേരളത്തിൽ ചായയ്ക്ക് ഡിമാൻഡ് ഉയരും. ശബരിമല തീർത്ഥാടന സീസൺ ആരംഭിച്ചതിനാൽ കൊച്ചിയിലെ ലേല കേന്ദ്രങ്ങളിൽ തേയിലയുടെ ആവശ്യം ഉയരാൻ സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ശബരിമല സീസണിൽ ചായ വിൽപ്പനയിൽ 5% മുതൽ 10% വരെ വർധനവുണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. CTC പൊടി വിപണി ശക്തമായിരുന്നുവെന്നും വിപണിയിലെത്തിയ 5,90,741 കിലോഗ്രാം അളവിൽ 95% വിറ്റഴിക്കപ്പെട്ടുവെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ലൂസ് തേയില വ്യാപാരികളിൽ നിന്ന് ഡിമാൻഡ് ഉയരുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓർത്തഡോക്സ് ഡസ്റ്റിൽ പ്രൈമറി ഗ്രേഡുകൾ സ്ഥിരമായി തുടർന്നു. സെക്കൻഡറി തേയിലകൾ കുറവായിരുന്നു. നവംബർ 16 മുതൽ ഏകദേശം 10 ലക്ഷം ഭക്തരാണ് ശബരിമലയിലെത്തിയത്. ഈ സീസണിൽ അഭൂതപൂർവമായ കുതിച്ചുചാട്ടം നടക്കുമെന്നാണ് കൊച്ചിൻ ടീ ട്രേഡേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. ജനുവരി പകുതിയോടെ അവസാനിക്കുന്ന സീസണിൽ ലൂസ് പാക്കറ്റ് ചായകൾക്കുള്ള ഡിമാൻഡ് പരമാവധിയിലെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഉള്ളി കയറ്റുമതി വിപണി മാന്ദ്യം നേരിടുന്നു. പ്രധാന വിപണികളിൽ കിടമത്സരം വർദ്ധിച്ചതാണ് ഇന്ത്യക്ക് വിനയായത്. ബംഗ്ലാദേശ്, സൗദി അറേബ്യ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങൾ പാകിസ്ഥാനിലെയും ചൈനയിലെയും വിതരണക്കാരിലേക്ക് തിരിയുന്നതാണ് ഇന്ത്യൻ ഉള്ളി കയറ്റുമതി വിപണിയെ ബാധിച്ചത്. പ്രാദേശിക വില സ്ഥിരപ്പെടുത്തുന്നതിന് ഇന്ത്യ കയറ്റുമതി പരിധി ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഈ മാറ്റം. ഇടക്കാലം വരെ ഇന്ത്യയുടെ പ്രധാന ഉള്ളി കയറ്റുമതി രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. കഴിഞ്ഞ 8 മാസത്തിനിടെ തുച്ഛമായ അളവിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂവെന്ന് വിദഗ്ധർ പറയുന്നു. സൗദി അറേബ്യയും ഏകദേശം 1 വർഷമായി വളരെ കുറച്ചു മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇന്ത്യയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇന്ത്യയ്ക്ക് പകരം ബദൽ വിപണികൾ കണ്ടെത്തിയതാണ് വിനയായത്. 2023 ഓഗസ്റ്റ് മുതൽ 2025 ഏപ്രിൽ വരെ ഇന്ത്യ ഉള്ളി കയറ്റുമതിയിൽ വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ 2019 സെപ്റ്റംബർ മുതൽ 6 മാസത്തേക്കും 2020 സെപ്റ്റംബർ മുതൽ 5 മാസത്തേക്കും കയറ്റുമതി നിരോധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ല. ആലപ്പുഴയിലെ കർഷകർ ആശങ്കയിൽ. മഴയിൽ നെല്ലുകൾ മുളച്ചു തുടങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകാത്തതിനാൽ ആലപ്പുഴയിലെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ്. 2 കോടി രൂപയിലധികം വില വരുന്ന നെല്ലാണ് പുറം ബണ്ടുകളിലും റോഡിന്റെ വശങ്ങളിലുമായി സൂക്ഷിച്ചിട്ടുള്ളത്. 15 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ കിഴിവ് നൽകിയാൽ സംഭരിക്കാമെന്നതാണ് ചില മില്ലുകാരുടെ സമീപനം. എന്നാൽ മെച്ചപ്പെട്ട വിളവ് കിട്ടിയ സാഹചര്യത്തിൽ ഇത്രയും കിഴിവ് കൊടുത്ത് നെല്ല് നൽകാൻ കർഷകർ തയ്യാറല്ല. കർഷകരെ പ്രതിസന്ധിയിലാക്കാതെ വേഗത്തിൽ നെല്ല് സംഭരിക്കണമെന്നതാണ് പാടശേഖര സമിതി ആവശ്യപ്പെടുന്നത്. മിക്ക കർഷകരും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. സംഭരണം വൈകുന്നതിനാൽ കൃഷി ഉപേക്ഷിക്കുമെന്ന നിലപാടിലാണ് കർഷകർ. 2 ആഴ്ച മുൻപ് കൊയ്ത നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നെല്ലിന് ഈർപ്പം തട്ടാനും കിളിർക്കാനും സാധ്യത ഏറെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 185, RSS 5
181, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,300, കുരുമുളക് അൺഗാർബിൾ 69,300, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 34,600, കൊപ്ര 21,600, ചുക്ക് 24,000.